വിദ്യാർത്ഥികളെ, സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി ചില മത്സര ഇനങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ നേരിടുന്നൊരു പ്രശ്നം വീഡിയോയുടെ ഫയൽ സൈസാണ്, അല്ലെങ്കിൽ ഫയലിൻ്റെ വലിപ്പമാണ്. നിങ്ങളുടെ ഫയലിൻ്റെ അല്ലെങ്കിൽ അത്തരം വീഡിയോയുടെ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ വലിപ്പം 100 MB മുകളിലേക്ക് പോകും. അത്തരം സൈസുള്ള വീഡിയോ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധ്യമല്ല. 50 MB മുകളിലാണെങ്കിൽ വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്റായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. എന്നാലും അത് ഷെയർ ചെയ്യണമെങ്കിൽ നല്ലൊരു നെറ്റ്വർക്ക് കവറേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്ക് നിങ്ങളുടെ ഇത്തരം വലിപ്പമുള്ള വീഡിയോകളുടെ വലിപ്പം എങ്ങനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് വീഡിയോ കംപ്രസർ. നിലവിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, എന്നാലും വളരെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന വളരെ എളുപ്പമുള്ളൊരു ആപ്ലിക്കേഷനാണ് വീഡിയോ കംപ്രസർ. പ്ലേ സ്റ്റോറിൽ പോവുക, ഏറ്റവും മുകളിലായി വീഡിയോ കംപ്രസർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. വീഡിയോ കംപ്രസർ എന്ന് അടിക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ വരാം വീഡിയോ കംപ്രസർ. ഇതിൽ ഒരുപാട് ആപ്പ് കാണാൻ സാധിക്കും. അതിൽ മൂന്നാമത്തെ പച്ച നിറത്തിലുള്ള ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ മൊബൈലിൽ ഇത് ഓൾറെഡി ഉള്ളതിനാൽ ഓപ്പൺ എന്നാണ് കാണിക്കുക. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഇതിൽ കുറേ ലിസ്റ്റ് കാണിക്കും. നമ്മുടെ മൊബൈലിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വീഡിയോസ് ആയിരിക്കും കാണിക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്യുക. താഴെ വാട്സപ്പും മറ്റുള്ള എല്ലാം കാണാൻ സാധിക്കും. വാട്സപ്പിലൂടെ വന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്തായാലും നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ടാവുക. അപ്പം ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ക്യാമറയിൽ നമ്മൾ എന്തെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ കാണിക്കും. അതിൽ നമ്മുടെ വീഡിയോ ഏതാണോ അതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ഇടതുഭാഗത്ത് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഏറ്റവും മുകളിലായി കംപ്രസ് വീഡിയോ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസും അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും മുകളിലായി നമുക്ക് 3 കാര്യങ്ങൾ കാണാം: ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി, കസ്റ്റം. അതിൽ കസ്റ്റം ക്ലിക്ക് ചെയ്യുന്നു. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് 2 വീഡിയോ കാണാം. ഒന്ന് ഒറിജിനൽ വീഡിയോ, രണ്ടാമത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. അതിൻ്റെ സൈസ് ഇപ്പോൾ സെയിം ആണ്, നമുക്കതിനെ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി 2 കാര്യങ്ങളാണ് താഴെയുള്ളത്. ഒന്ന് റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ബിറ്റ് റേറ്റ്. ഈ റെസൊല്യൂഷൻ നമുക്ക് അതുപോലെ തന്നെ നിർത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മിനിമം 800 എങ്കിലും ബിറ്റ് റേറ്റ് വേണം. സെൻറ്റർ വെക്കണ്ട, ഒരു 800, 1000-ന് മുകളിലെങ്കിലും ബിറ്റ് റേറ്റ് വരുന്ന രീതിയിൽ കൊണ്ടുവെക്കുക. ഉണ്ടോ, 1000-ന് മുകളിലെങ്കിലും വരണം. ഓക്കെ, റെസൊല്യൂഷൻ ഞാൻ കുറച്ചിട്ടില്ല. ബിറ്റ് റേറ്റ് 1000-ന് മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ആ വീഡിയോയുടെ സൈസ് 6 MB ആയി മാറി. 29 ആയിരുന്നു, ഇപ്പോൾ 6 MB ആയി മാറി. ഇനി നമ്മൾ താഴത്തെ കംപ്രസ് ഒന്ന് അമർത്തുക. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ആ വീഡിയോ ക്വാളിറ്റി അല്പം പോലും കുറയാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അത് കംപ്രസ് ചെയ്യാം. ഇതിൻ്റെ ഫയൽ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടാകും. കംപ്രസ്ഡ് വീഡിയോ എന്നായിരിക്കും എൻ്റെ ഫയലിൻ്റെ പേരുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ചെയ്ത് നോക്കാം.